നമ്മൾ ഇന്ന് സർഗം കിച്ചണിൽ സാഗോ ടൂട്ടി ഫ്രൂട്ട് ഡിസേർട്ടാണ് തയ്യാറാക്കുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻസ് സാഗയും പിന്നെ ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടും അതുപോലെ ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ടൊക്കെ ചെയ്യാം. 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നല്ല കട്ടിപ്പാൽ വേണം എടുക്കാനായിട്ട്. ഞാൻ ഗുഡ് ലൈഫിൻ്റെ പാലിന് എടുത്തുള്ള നല്ല കട്ടിയുള്ള പാല്. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും ചേർക്കാം. 1/4 കപ്പോളം പാൽപ്പൊടിയും ചേർക്കാം. എന്നിട്ട് നമ്മളിത് നല്ലോണം ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. ഇതൊക്കെ പൊടിയൊക്കെ മാറിയിട്ട് വേണം നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് ബോയിൽ ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇത് തണുപ്പിക്കാൻ വെക്കണം. ഈ ഒരു പ്രൊസീജിയറുള്ള പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ പാലും പാൽപ്പൊടിയും പഞ്ചസാരയും ചേർത്തത് നമ്മൾ നല്ലോണം അങ്ങനെ ഇളക്കി യോജിപ്പിക്കണം. ഒരു 7-8 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ നല്ല ഹൈ തീയിലാണ് ഇട്ടുള്ളത്. എല്ലാ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. എന്നാൽ ആ പാൽപ്പൊടിയും പഞ്ചസാരയും ഇതൊക്കെ കട്ട കുത്താണ്ട് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് തീ ചുരുക്കിയിടാം. എന്നിട്ട് തിളപ്പിക്കാം. ഇത് നല്ലോണം ബോയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തിളപ്പിക്കാം. ഒരു സ്പൂൺ വെച്ച് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ചൂട് എഫക്റ്റ് ആയില്ല. ഇത് നമുക്ക് ചൂടാറി ഫ്രിഡ്ജിലേക്ക് വെക്കാം. വേറൊരു പാത്രം വെച്ച് നമ്മൾ 3 കപ്പ് വെള്ളം ഒഴിക്കാം. മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ 1/4 കപ്പ് ചവ്വരി നമുക്ക് വെള്ളത്തിലേക്ക് ചേർക്കാം. ഇതൊന്ന് തിളച്ച് വരണം. ഇതൊരു 3-4 മിനിറ്റ് കൊണ്ട് തിളച്ച് വരും. 1 ടേബിൾ സ്പൂൺ ബേസൽ സീഡ്സ്. അപ്പോൾ അത് നമുക്ക് 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ അതിലേക്ക് സൂട്ടായിട്ട് അത് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് കുതിർന്ന് കഴിഞ്ഞാൽ നല്ലോണം വലുതായി നല്ല തിക്കായിട്ട് നിൽക്കും. നല്ലൊരു കളറും കൊടുക്കും, നല്ലൊരു ടേസ്റ്റും കൊടുക്കും. അപ്പോൾ നമ്മൾ 7-8 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ചവ്വരി നല്ലോണം വെന്ത് തീ ഓഫ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് നമ്മൾ നല്ല തണുത്ത വെള്ളം ഒഴിക്കുക. അപ്പോൾ പിന്നെ അത് ഒന്നും തൊടാണ്ട് കിട്ടുള്ളൂ. കുഴഞ്ഞ് കിടക്കില്ല. ഇങ്ങനെ ഒന്നും തൊടാണ്ട് കിട്ടും. ഇത് നമുക്ക് ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണിത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് പച്ചവെള്ളം ഒഴിച്ച് തണുപ്പിച്ചെടുത്ത സാഗോ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച ബേസിൽ സീഡ്സും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് നമുക്ക് ചേർക്കാം. വാനില എസൻസ് 1 സ്പൂൺ ചേർക്കാം. ഇത് നല്ലോണം അങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ടൂട്ടി ഫ്രൂട്ടി. ഈ സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിൽ ചേർക്കാം. ഡ്രൈ ഫ്രൂട്ട്സോ അതുപോലെ ഫ്രഷ് ഫ്രൂട്ട്സോ ഒക്കെ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ടൂട്ടി ഫ്രൂട്ടിന് ചേർക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടമാവും ചെയ്യും. സാഗോ ടൂട്ടി ഫ്രൂട്ട് ഡിസേർട്ട് തയ്യാറായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ വളരെ ഇഷ്ടമാവും ചെയ്യും. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.